ഇന്ന് ഇച്ചുവിനെ സ്കൂളിൽ നിന്ന് കൂട്ടാനായിട്ട് ഇക്കായിരുന്നു പോയത്. ഞാനിന്ന് ഓഫ് എടുത്തേക്കുന്ന ദിവസമായിരുന്നു. ആദ്യമായിട്ടാണ് അവൻ ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്നത്. ഭയങ്കര ബോറുമായിരുന്നു. എനിക്കിത് സങ്കടവും വന്നു. പിന്നെ അവനുണ്ടെങ്കിൽ ഇരുത്തത്തുമില്ല, അത് വേറെ കാര്യം. വന്നപ്പോൾ തന്നെ അവിടെ ഒരു വീഴ്ചയൊക്കെ പാസ്സാക്കിയിട്ടാണ് അകത്തോട്ട് കയറുന്നത്. വന്നപാടെ അവൻ്റെ ഒരു എയ്റോപ്ലെയിൻ നോക്കുവാണ്. നമ്മൾ മലേഷ്യ പോയ സമയത്ത് അവന് കുറച്ച് വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എല്ലാം അത് പൊട്ടിച്ച് നശിപ്പിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എയ്റോപ്ലെയിൻ മാത്രം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മെറ്റലിൻ്റെ ഒരു കുഞ്ഞൊരു എയ്റോപ്ലെയിൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് അവൻ്റെ കണ്ണിൽ പെട്ടു. ഞാൻ പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാനത് എടുത്തു തരാമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇക്കാക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കാനായിട്ട് പോയി. രാവിലെ കുളിച്ച് കുട്ടപ്പനായിട്ട് പോയാലും സ്കൂളിൽ നിന്ന് നല്ല വിയർത്തൊലിച്ചല്ലേ വരുന്നത്. പിന്നെ വൈകുന്നേരവും ഒരു കുളിയുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വേഗം ഓടുവാണ് അതെടുത്ത് വെച്ച് കളിക്കാനായിട്ട്. പിന്നെ ഇക്ക ഉള്ള ദിവസമാണെങ്കിൽ ഇക്ക തന്നെ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം, മുടി ചീക്കി കൊടുക്കണം, ഒരുക്കണം, അങ്ങനെ ഓരോ വാശിയൊക്കെയാണ്. ഇക്ക ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്തു കൊടുത്തും അവനൊരു വിഷയമില്ലാണ്ടിരുന്നോളൂ. ഇന്നിപ്പോൾ ഇനി കുറച്ച് കൊഞ്ചലും സ്നേഹപ്രകടനങ്ങളും ഒക്കെ കാണാം. ഒരു 10 മിനിറ്റത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും എന്താ അടിയും വഴക്കും ഒക്കെ ആയിട്ട് ഇപ്പം അടിയും കൊണ്ട് എൻ്റെ അടുത്തോട്ട് ഓടി വരും. ഞാൻ വീഡിയോ ഓണാക്കി പിടിച്ചേക്കുന്നത് ഇവർ അറിയുന്നില്ല കേട്ടോ. ഇക്ക എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുക, വീഡിയോ ഓണാണോ, നീ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാനും ചായയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ചിൻ്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ ടാറ്റ, ബൈ ബൈ.